അപ്പം മച്ചാന്മാരത് ഇന്ന് നമ്മ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജർമ്മനിയിലെ മുടിവെട്ടിയുടെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ്. അപ്പം ഇന്ന് ഒരാൾ മുടി വെട്ടാൻ പോവുകയാണ്. നമ്മുടെ അതിന് മുടി വെട്ടാനായിട്ട് പോവുകയാണ്. അവള് കുറച്ചാൾ മുമ്പ് പോയിട്ട് മുടിയൊക്കെ കളറൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ മുടി വെട്ടിയിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് അവൾ മുടി വെട്ടാന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ 2 ദിവസം മുടിയൊക്കെ വെട്ടിയിട്ടാ കണ്ട. എനിക്ക് മുടി വെട്ടാനായിട്ട് ഉമാരോട് എന്ത് പറയുമെന്ന് അറിയാൻ പാടില്ല. ഇത് സ്റ്റൈലിൽ വെട്ടണമെന്നൊക്കെ ജർമ്മനിൽ പറയാനായിട്ട് ഉമാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആ സ്റ്റൈലിലാണ് ഉമാർ മുടി വെട്ടി വെച്ചേക്കണത് കണ്ട. അപ്പം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ മഴ കൊണ്ട് വന്നേക്കണ കാരണം മുടി ഇച്ചിരി ഇതായിട്ടിരിക്കുകയാണ്. അപ്പം അതിനാണ് വെട്ടാൻ പോണത്. നീ എങ്ങനെ മുടി വെട്ടാൻ പോണത്? ഞാൻ ഇതിന് മുന്നേ മുടി കളർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? മുടി വെട്ടിയിട്ടുണ്ട്, കളറും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് ഇത്രയും വെട്ടാണ് ഗൈസ്. ഡോറ ബൂച്ചിനെ പോലെ വെട്ടാൻ പറ്റും. ഡോറേനെ പോലെ വെട്ടുന്നു ഗൈസ്. അവളത് ഡോറേനെ പോലെ വെട്ടുമെന്നൊക്കെയാണ് പറയണത്. കണ്ടറിയാം നമുക്ക് എന്താവുന്നത് ലാസ്റ്റ്. നമ്മുടെ അലക്സ് മുടി മൊട്ടടിക്കാൻ പോണെന്നൊക്കെയാണ് പറയണത്. എന്താണെന്ന് അറിയാൻ പാടില്ല. അവന്റെ മുടി ഇങ്ങനെ ഇരിക്കുകയാണ് അതെ. അപ്പൊ അവൻ അങ്ങനെ മുടി വെട്ടിക്കളയാൻ പോകണമെന്നൊക്കെ പറയാണ്. അറിയില്ല, നമുക്ക് കണ്ടറിയാം. 2 മുട്ടകളിലൂടെ ഞാൻ വ്ലോഗ് എടുക്കേണ്ടി വരും. എന്തായാലും വൈകാതെ കണ്ടറിയാം എന്താവുമെന്ന്. സെറ്റാക്കാം നമുക്ക്. എന്തായാലും അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെ ഹൗസ് ബാനോഫിന്റെ ഫ്രണ്ടിലാണ് ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്ട്രാസിൽ തന്നെ ഇങ്ങനെ മുടിവെട്ടിന് മാത്രമായിട്ട്, അതായത് പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെയാണ്. പിന്നെ മുടിവെട്ടിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. മഴയുണ്ട അറിയാൻ പാടില്ല. ഇതിപ്പോൾ അടുപ്പിച്ച് വ്ലോഗ് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ കണ്ട മഴ മഴ മഴ. ഇതാണ് മ്യൂണിച്ച് നഗരം. ന്യൂസ് ത്രോക്കണ ബിക്കോസ് മഴ. അപ്പൊ ഇവൻ ഇതിൽ നന്നായിട്ട് വിടവട്ടെ, പക്ഷെ ഞങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതെ, ഇവിടെ സിഗ്നലും കാത്തിരിക്കുകയാണ്. അയ്യോ അല്ല സ്കൂട്ട് അതെ, കുറച്ചും കൂടി ഉള്ളു. ഇനി ഇച്ചിരി കൂടി പോയി കഴിഞ്ഞ് ഞാൻ മുടി വെട്ടിട്ട് എത്തും. ഇവിടെ കുറെ ഉണ്ട്. ഹലോ. അപ്പൊ നമ്മ കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നിട്ട് മുടി വെട്ടിടെ പോവാ. എന്നോട് ഹലോ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചും പറഞ്ഞു. കണ്ട ഗൈസ്, മുടി വെട്ടാനായിട്ട് മന്ദം നടന്നു പോകുന്ന അനുവും അലക്സ് മുടി വെട്ടുന്നില്ല. കണ്ടോ, ഇതാണ് ഫ്രൗവന്റെ, അതായത് പെണ്ണുങ്ങളുടെ മുടി വെട്ടിയുടെ. കണ്ടോ അല്ലേ? അപ്പൊ ഇതല്ല, ചെറിയൊരു തെറ്റ് പറ്റി ഗൈസ്. അപ്പൊ അടുത്തതാണ് ഫ്രൗവന്റെ മുടി വെട്ടിയുടെ. ഇവിടെ അതൊക്കെ കണ്ടോ, ഇത് ഫ്രൗവന്റെയും മെന്നിന്റെയും കൂടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മ മുടി വെട്ടാൻ വരുമ്പോ കാശ് എന്ന് പറയണത്, അതെ, പൈസ എടുക്കാൻ പോവുകയാണ് ഇവിടെ ബാറുകളുടെ ആയിട്ട് തന്നെ നമ്മ, അതെ ബാറുകളുടെ ആയിട്ട് തന്നെ നമ്മ കാശ് കൊടുക്കണം. ഇവിടെ കാർഡൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല. ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം നമ്മൾ. ഇവിടെ 17 യൂറോണ് ഇവിടെ മുടി വെട്ടാനുള്ള ചാർജ്. പെണ്ണുങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനൊന്ന് മുടി വെട്ടിയ ടൈമിൽ 17 യൂറോ ആയിരുന്നു. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹെറൻ ഹാർഷ്നിറ്റ്, അതായത് ആണുങ്ങൾക്ക് വേണ്ടി, ആണുങ്ങൾക്കുള്ള മുടിവെട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 17 യൂറോ. കണ്ടോ, ഓനെ ടെർമിൻ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടോ, പല വീഡിയോസിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ജർമ്മനിയിൽ നിങ്ങൾക്ക് മുടി വെട്ടണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഓനെ ടെർമിൻ, അതായത് നിങ്ങൾക്ക് മുടി വെട്ടാനായിട്ട് എന്നാണ് ആഗ്രഹം, ആ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറി മുടി വെട്ടാൻ പറ്റും. അപ്പം അത് ഇവിടെയുണ്ട്. അത് മ്യൂണിക്കിലാണ്. അപ്പം അവിടെയാണ്, ഇവിടെയാണ്. അപ്പം ഇവിടെയാണ് ദേ കണ്ടോ, നേരത്തെ കാണിച്ച കാശ്. ഇവിടെയാണ് ഇവിടെ മുടി വെട്ടാനായിട്ട് കയറണത്. ഇവിടെ കുറച്ചും കൂടി ക്യാഷ് കൂടുതലാവുമെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. Kann ich Video machen? Das. Okay, yeah, thank you. Möchtest du dann nur schneiden oder was du schneiden können? Waschen und schneiden. അപ്പോൾ നമ്മൾ ഇവിടെ കയറുമ്പോൾ അവരോട് ഡയറക്റ്റായിട്ട് ചോദിക്കണം, അതായത് വീഡിയോ എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. കാരണം ചില കടകളിലൊന്നും ഇവിടെ അലോഡ് ആവില്ല. ഇവിടെ ഉള്ളവർ മിക്കവരും ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാനായിട്ട് വിസമ്മതിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കണമെങ്കിൽ ചോദിക്കണം. അപ്പോൾ അതേ അവള് മുടി വാഷ് ചെയ്തിട്ട് വെട്ടാൻ പോകണ്ട.
അപ്പം അനു റെഡി ആയിട്ടിരിക്കേണ്ട, വേറെ ഒന്നുമല്ല. ഇവിടെ എനിക്ക് ഭയങ്കര പാട്ട്, ബാർബർ ഷോപ്പിൽ മൊത്തം നല്ല ഒച്ചത്തിൽ പാട്ട് വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ അത് കാരണം ഈ ഒരു ഭാഗം മാത്രം ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ ചേച്ചിയാണ് അവളുടെ ഹാര ഷ്നൈഡനും വാഷനൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഹാര വാഷം ചെയ്യാൻ കേട്ടോ, അതായത് മുടി കഴുകുക, മുടി കഴുകിയിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ ചേച്ചി വാഷം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ബാക്കി അവളുടെ മുടി മുറിക്കലും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ഇനിയൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. ഇനി വെള്ളം മോന്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. BTS കൊറിയക്കാരിയായിരുന്നു. കൊള്ളാട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അലമ്പായില്ല, പജിയായി പോയി ഗൈസ്. അനു അപ്പോൾ ഗൈസ് നമ്മൾ മുടി വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനെല്ലാം വെട്ടിയത് അനുവാണ് കണ്ടോ. അനു കടന്നു അവിടെ ഡോറേനെ പോലെ ഉണ്ട് ഗൈസ്. കണ്ടോ, ഡോറയുടെ സ്റ്റൈലായി. ഡോറയാണെന്ന് അവള് പറയുന്നു, നമുക്കറിയില്ല. അപ്പം അങ്ങനെ മുടി വെട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി നിങ്ങൾ പുതിയതായിട്ട് ജർമ്മനിൽ വന്നവരാണ്. മൊത്തം 32 യൂറോ ആയിട്ടോ. 32 യൂറോ എന്ന് പറഞ്ഞാൽ 4 യൂറോ മുടി കഴുകിയതിനും അതുപോലെ തന്നെ 28 യൂറോ മുടി വെട്ടിയതിനും. നമ്മുടെ നാട്ടിലത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 രൂപ ഇത്രയൊക്കെ വരും ഇവിടെ. നല്ല കാശാണ് ഇവിടെ മുടി വെട്ടാനായിട്ട്. അപ്പം അതേ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യണം. ബൈ ബൈ.